ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സിനിമ കൊതിയന്മാരും കൊതിച്ചുകളുണ്ട്. എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഫോൺ ഇങ്ങനെ ഓണാക്കി ഹെഡ്ഫോണും കണക്ട് ചെയ്ത് സിനിമ കാണും. ഇനി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഇത് തന്നെയായിരിക്കും പരിപാടി. ചിലപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെയോ സീരീസിൻ്റെയോ ബാക്കി കാണുമായിരിക്കും. വീട്ടിൽ ചെന്നതിന് ശേഷവും ആ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടു തീർക്കുക. അങ്ങനെ സിനിമകൾ കാണുക എന്ന് പറയുന്ന ഒരു വ്രതം പോലെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റാണ്. ഞാനൊരു സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ എവിടെ വെച്ച് അത് മിസ്സായിട്ടുണ്ട്. അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ കണ്ട സിനിമകൾ വീണ്ടും കണ്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല സിനിമകൾ വീണ്ടും കാണാനുള്ളതാണ്. നല്ല പുസ്തകങ്ങൾ, നല്ല ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ് നല്ല സിനിമകളും. അപ്പോൾ അങ്ങനെ കണ്ട സിനിമകളെ വീണ്ടും കാണാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുക, പുതിയ സിനിമകൾ കാണാൻ കൊതിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇന്നലെ ഞാൻ ദി ഗ്രീൻ മൈൽ എന്ന് പറയുന്ന സിനിമയാണ് സജസ്റ്റ് ചെയ്തത്. അത് കുറേ ആൾക്കാർ പുതുതായിട്ട് കണ്ടു എന്ന് പറഞ്ഞ മെസ്സേജ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ആളുകൾ രണ്ടാമത് കാണാനൊരു താല്പര്യം തോന്നുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വേറെ കുറച്ച് ആളുകൾ സിനിമകൾ ഇനി കാണേണ്ടത് ഏതൊക്കെയാണ് എന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ സിനിമകളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ഇന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള സിനിമ 7 എന്ന സിനിമയാണ്. 1995 ഡേവിഡ് ഫിഞ്ചർ സംവിധാനം ചെയ്ത് റിലീസായിട്ടുള്ളൊരു സിനിമയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് നിർബന്ധമായി നിങ്ങൾ കാണേണ്ട സിനിമകളിൽ ഒന്നാണ് എന്ന് ഞാൻ പറയും. പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ കേസ് എന്ന് പറയുന്നത് നിങ്ങളെ അധികം എക്സൈറ്റ് ചെയ്യിക്കുമോ എന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ കുഴപ്പമല്ലത്. ഈ സിനിമയിലെ ഈ ഒരു കേസ് അന്വേഷണവും അല്ലെങ്കിൽ കേസും അതിൻ്റെ സ്ട്രക്ചറും ഒക്കെ പിന്നീട് ഒരുപാട് സിനിമകളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകൾ, ത്രില്ലർ സിനിമകൾ, കേസ് അന്വേഷണ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇൻസ്പിറേഷൻ എന്നോ അഡാപ്റ്റേഷൻ എന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന പരിപാടി. ഒരു ഗ്രന്ഥം നോക്കി അതിലുള്ള വരികളും കാര്യങ്ങളും ഒക്കെ ക്ലൂ ആയിട്ട് എഴുതിയിട്ടിട്ട് സീരിയൽ കില്ലിങ്ങിന് ഇറങ്ങിത്തിരിക്കുന്ന സീരിയൽ കില്ലർ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇവർ ഈ പറയുന്ന ആ ഒരു കഥയുണ്ടല്ലോ, ആ സമയത്ത് ഇത് അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മൾ ഇത്രയും സിനിമകൾ ഇങ്ങനെ ഈ പാറ്റേണിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഇവർ ഭീകരമായിട്ട് ഓവർകം ചെയ്യുന്നത് ഗംഭീര പ്രകടനങ്ങളിലൂടെയാണ്. മോർഗൻ ഫ്രീമാൻ തുടക്കം മുതൽ അവസാനം വരെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. പുള്ളിയുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാനിനി എടുത്തെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്ലസ് ബ്രാഡ് പിറ്റും കൂടി വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, ഡിറ്റക്റ്റീവ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ കേസുകളെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവർ അന്വേഷിക്കുന്ന സത്യമാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു ബ്ലെൻഡ് എന്ന് പറയുന്നത് അത് ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലുള്ള സ്വരച്ചേർച്ചകൾ, അതിനുശേഷം ഒരുമിച്ചൊരു കയർ പിരിയുന്നത് പോലെ അവർ സെറ്റായി വരുന്നത്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. ആ സൗഹൃദം വർക്കൗട്ട് ആവുന്നത്. ആൻഡ് ഇതിൽ ബ്രാഡ് പിറ്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വൈഫ് ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരി മോർഗൻ ഫ്രീമാൻ്റെ ക്യാരക്ടറായിട്ടുള്ളൊരു ഡിസ്കഷനൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, ആ ഡിസ്കഷനിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള, എന്ത് രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ആൻഡ് വിഷ്വലി സംഭവം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആർട്ട്, അത് പറയുമ്പം ചില ആളുകൾക്ക് ഇതിൻ്റെ വിഷ്വൽസ് ചിലപ്പോൾ ഡിസ്റ്റർബിംഗ് ആയി തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പോസ്റ്റ്മോർട്ടം ടേബിൾ നമ്മൾ കാണുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് എഡിറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് കാണുമ്പോൾ ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതല്ലേ എന്ന് മാത്രം കരുതാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് കുറച്ചേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഒരു കൊലപാതകം നടന്നൊരു സ്പേസിലേക്ക് ഇവർ വരുന്നതും കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് അവിടുത്തെ ദുർഗന്ധവും അവിടുത്തെ പ്രശ്നവും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇവർ രണ്ടുപേരും പെർഫോം ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ക്ലൈമാക്സിനോട് അടുത്ത് ഒരാൾ ചാടിക്കയറി വരും. ശരിക്കും പുള്ളി വന്നതിന് ശേഷം സിനിമ കുറേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുറച്ചേ ഉണ്ടായുള്ളൂ. ഞാൻ ടൈം ലൈൻ നോക്കിയിട്ടില്ല. ഒറ്റ സ്ട്രെച്ചിൽ കാണാമെന്നല്ല, നിർത്തിയിട്ട് ബാക്കി രാവിലെ കാണാമെന്ന് വിചാരിച്ചാണ് രാത്രി കണ്ടു തുടങ്ങിയത്. പക്ഷേ രാത്രി 1:30-ക്കുള്ളിൽ ഞാൻ സിനിമ കണ്ട് തീർത്തിട്ടാണ് സ്ക്രീൻ ഓഫ് ചെയ്തത്. കെവിൻ സ്പേസി ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രം. പുള്ളി വന്നിട്ട് പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറിയും പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് ആ സിനിമയിൽ ഇതിൻ്റെ സിമിലർ സാധനമാണല്ലോ അവർ ചെയ്തിരിക്കുന്നത് എന്ന തോന്നലുണ്ടായി. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള ഡയലോഗ് ഡെലിവറിയും ഡയലോഗ്സും, അത് എഴുതി വെച്ചിരിക്കുന്നതും അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയും, ഇയാൾ കുറ്റം ചെയ്യുന്നത് ഇന്നൊരു സുപ്രഭാതത്തിൽ എന്നാൽ പിന്നെ എനിക്കൊരു സീരിയൽ കില്ലർ ആയേക്കാം, എനിക്ക് പ്രതികാരം ചെയ്യണമല്ലോ, പ്രതികാരം ചുമ്മാ ചെയ്താൽ പോരെ, ഒരു സീരീസ് പോലെ രസമായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളല്ല. ഇയാൾ കുറേ കാലം കൊണ്ട് ഈ പരിപാടി പ്ലാൻ ചെയ്ത് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പയ്യെ കാത്തിരുന്ന് വരുന്ന ഒരാളാണ്. ആൻഡ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് വരെ കൃത്യമായ ധാരണയുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക, എങ്ങനെയായിരിക്കും തൊട്ടടുത്തിരിക്കുന്ന ആളെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വണ്ടർഫുള്ളി സ്ക്രീനിൽ വന്നിട്ടുണ്ട്.
അത് ഭയങ്കര രസമാണ് ആ ലാസ്റ്റ് കോൺവെർസേഷനൊക്കെ. ആൻഡ് ഡേവിഡ് ഫിഞ്ചർ ഇത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഈ 95 ഈ സിനിമ ഇറങ്ങുന്നു, അതിനുശേഷം ഇതേ ഒരു പാറ്റേൺ പിടിച്ച് കുറേ സിനിമകൾ നമ്മൾ മലയാളത്തിലടക്കം കാണുന്നു. എന്നിട്ട് ഞാൻ ഈ സിനിമ കാണുന്ന സമയത്തും എനിക്കിത് വളരെ എൻഗേജിങ് ആയി തോന്നത്തക്ക രീതിയിൽ ഓരോ കേസുകൾ വരുന്നത്, അത് പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ അന്വേഷണം, അവർ ട്വിസ്റ്റ് ചെയ്ത് വളഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഇടയിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങുകളും കണക്ഷൻ പരിപാടികളും ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പടം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് വായിച്ചിട്ട് കുറച്ച് ആളുകൾക്ക് കുറച്ചും കൂടി സിനിമ കാണാനുള്ള കൊതി ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.